വെൽക്കം ടു കേൻറ്റില ഫിസിക്സ് അക്കാഡമി. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കാറ്ററ്റ് കാറ്റഗറി 3 മാത്തമാറ്റിക്സ് ഓൺലൈൻ കോച്ചിങ്ങിൽ ജോയിൻ ചെയ്തിട്ടുള്ള സ്റ്റുഡൻസിന് പ്രൊവൈഡ് ചെയ്യുന്ന സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നതിലെ 30ാമത്തെ ന്യൂമറിക്കൽ പ്രോബ്ലമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ നോക്കുക. ക്വസ്റ്റ്യനിലെ 30ാമത്തെ പ്രോബ്ലം അനുസരിച്ചിട്ട് തന്നിട്ടുള്ള വാല്യൂസിനെ നമ്മൾ എന്ത് ചെയ്യണം? റീഅറേഞ്ച് ചെയ്ത് എഴുതാം. അതായത് അറേഞ്ചിങ് ദ ഡാറ്റ ഇൻ അസെൻഡിങ് ഓർഡർ. അപ്പോൾ അങ്ങനെ അസെൻഡിങ് ഓർഡറിലേക്ക് എഴുതുമ്പോൾ അതെന്തായിട്ട് മാറുകയാണ് ചെയ്യുന്നത്? 3, ദെൻ 4, നെക്സ്റ്റ് നമ്പർ എത്രയാണ് വരുന്നത്? 5, ദെൻ 6, 7, 12. അപ്പോൾ നമ്മൾ അസെൻഡിങ് ഓർഡറിൽ റിപ്പീറ്റ് ചെയ്യുന്ന നമ്മളടക്കം എടുത്തുകൊണ്ട് ക്ലിയർ ആയിട്ട് നമ്മൾ എഴുതി. ഇവിടെ നോക്കുകയാണെങ്കിൽ ഇതിൽ n എന്ന് പറയുകയാണെങ്കിൽ അത്രയും 1, 2, 3, 4, 5, 6, 7, 8, 9. അപ്പോൾ എന്നിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഇവിടെ എത്രയായിട്ട് മാറുകയാണ് ചെയ്യുന്നത്? 9 ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. സോ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ മീഡിയൻ ഈസ് ഈക്വൽ ടു, അപ്പോൾ എത്ര വരും? n+1 1th ഡിവൈഡഡ് ബൈ 2 ഒബ്സർവേഷൻ എന്നുള്ള കണ്ടീഷനാണ്. ഒബ്സർവേഷൻ എന്ന കണ്ടീഷനാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ എന്തിനാ വേണ്ടിൻ്റെ സ്ഥാനത്ത് 1 കൊടുക്കുക, അല്ല 9 കൊടുക്കുക. അപ്പോൾ 9+1 ഡിവൈഡഡ് ബൈ 2, അപ്പോൾ എത്രയായിട്ട് മാറും? 10/2. ദാറ്റ്സ് ഈക്വൽ ടു, അപ്പോൾ എത്രയായിട്ട് മാറും? ഫിഫ്ത്ത് ഒബ്സർവേഷൻ എന്നായിട്ട് മാറും. ഫിഫ്ത്ത് ഒബ്സർവേഷൻ എന്ന് പറയുമ്പോൾ ഏതാ വരെ നോക്കാം? 1, 2, 3, 4, 5. 5 എന്ന് പറയുമ്പോൾ ഈ നമ്പറാണ് ഇവിടുത്തെ എന്തായിട്ട് മാറുന്നത്? ഫിഫ്ത്ത് ഒബ്സർവേഷനായിട്ട് മാറുന്നത്. സോ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ കേസിലെ മീഡിയൻ എന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഇപ്പോൾ എത്രയിൽ മാറും? 6 ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇതിൽ വരുന്ന 31ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. 31ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് കാണാൻ പറ്റാവുന്ന പോയിന്റ് എന്താണ്? ക്ലാസ് സൈസ് ഓഫ് ദി ഡിസ്ട്രിബ്യൂഷനാണ്. ക്ലാസ് സൈസ് ഓഫ് ദി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ എത്ര വരും? 40.5 മൈനസ് 33.5. അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ എത്രയാണ് വരിക? 7 എന്നാണ് വരിക. അങ്ങനെയാണെങ്കിൽ റിക്വയർഡ് ക്ലാസ് ഓഫ് ദി ക്ലാസ് മാർക്ക് 33.5 അത് എത്രയാണ് എന്ന് കണ്ടെത്തണം. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് എഴുതാം. ദ റിക്വയർഡ് ക്ലാസ് ഓഫ് ദി class mark 33.5 ഈസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഫോർമുല പ്രകാരം അപ്പോൾ എന്തായിട്ട് മാറും? 33.5 മൈനസ് 7/2 മൈനസ് 33.5 പ്ലസ് 7/2. ഓക്കെ, അപ്പോൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് എത്ര വരും? 30. റേഞ്ച് എത്രയാണ് വരിക? 37. ഇത് മൈനസ് അല്ല, റേഞ്ചാണ് റെപ്രസെൻ്റ്. അപ്പോൾ 30നും 37മാണ് ഇവിടുത്തെ എന്തായിട്ട് മാറുന്നത്? റിക്വയർഡ് ക്ലാസ് മാർക്ക് 33.5 എന്ന് പറയുന്നതിൻ്റെ റേഞ്ച് നമുക്ക് കാണാൻ പറ്റുന്നത്. ക്ലിയർ? ഇനി 32ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. 32ാമത്തെ ക്വസ്റ്റ്യനിൽ എന്താണ് പറയണത്? മീൻ ഓഫ് 10 നമ്പേഴ്സ് എന്നുള്ളതാണ്. മീൻ ഓഫ് 10 നമ്പേഴ്സ് ദാറ്റ്സ് ഈക്വൽ ടു സിഗ്മ I ഈക്വൽ ടു 1 to 10x ഡിവൈഡഡ് ബൈ 10. അപ്പോൾ സിഗ്മ I ഈക്വൽ ടു 1 to 10x ഈക്വൽ ടു 10 × 55 ദാറ്റ്സ് ഈക്വൽ ടു 550. സോ അങ്ങനെയാണെങ്കിൽ ന്യൂ മീൻ ഈസ്